എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ വെക്കേഷനായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഹെൽത്തിയായ ഫുഡ് കൊടുക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ വെക്കേഷൻ കാലം. സാധാരണ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കുമ്പോൾ കുട്ടികൾ കുറച്ചേ കഴിക്കാറുള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയും ഐറ്റം നമുക്ക് ഒന്നിച്ച് കൊടുക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ വെക്കേഷൻ കാലത്തെങ്കിലും ഈ ഒരു ദോശ തയ്യാറാക്കി കൊടുക്കുക. പൗഷ്ടിക് ദോശ തയ്യാറാക്കുന്നതിനായി ഒരു 50 ഗ്രാം ചക്കക്കുരു തോല് കളഞ്ഞ് ഇതേപോലെ ചെറുതായി നുറുക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റവും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ധാന്യങ്ങളെല്ലാം ഒരു 30 ഗ്രാം കറുത്ത കടല, 30 ഗ്രാം കടലപ്പരിപ്പ്, 30 ഗ്രാം മില്ലറ്റ്, 30 ഗ്രാം ഉഴുന്ന്, 30 ഗ്രാം ഗോതമ്പ് നുറുക്ക്, 30 ഗ്രാം തോരൻപരിപ്പ്, 30 ഗ്രാം ചെറുപയർ പരിപ്പ്, 30 ഗ്രാം ചെറുപയർ പരിപ്പ്, മഖന. ഇത് ഇത്രയും ഐറ്റം കൂടി നമുക്കൊരു 2 മണിക്കൂർ കുതിർത്തെടുക്കാം. ആദ്യം ധാന്യങ്ങളെല്ലാം നന്നായി കുതിർന്ന് കഴിഞ്ഞു. ആദ്യം നമുക്ക് ചക്കക്കുരു, 5-6 വറ്റൽമുളക്, 10 കുരുമുളക്, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ആദ്യം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. കാരണം ചക്കക്കുരു അരയ്ക്കാൻ ഒരു ഇത്തിരി കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചക്കക്കുരു ആണ് അരയ്ക്കേണ്ടത്. ചക്കക്കുരു പൊടിച്ചതിലേക്ക് ധാന്യങ്ങൾ ഇതേപോലെ കുറച്ചിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പാകത്തിൽ വേണം നമ്മുടെ പൗഷ്ടിക് ദോശമാവ് തയ്യാറാക്കാൻ. ഇതിലേക്ക് നമ്മൾ ഒരു 4-5 കതുപ്പ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരഞ്ഞു പോവരുത് കേട്ടോ, ഒറ്റ കറക്ക് ഇറക്കി എടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം എല്ലാ ചേരുവകളും കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇതാ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകം. ഒരുപാട് സമയം വെച്ച മാവ് പുളിച്ചു പോകണ്ട. 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ പ്രോട്ടീൻ മാത്രമുള്ള ഒരു ദോശയാണ്. വണ്ണം കുറയ്ക്കണം എന്നുള്ളവർക്കും ഈ ദോശ ശീലമാക്കാം. പൗഷ്ടിക് നവരത്ന അടദോശയിലേക്ക് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ദോശക്കല്ല് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കൊരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് നന്നായി പരത്തിയെടുക്കാം. മീതെ കുറച്ച് മുരിങ്ങ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൊതുവേ ഇല കഴിക്കാൻ വലിയ മടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ദോശ എല്ലാവർക്കും കഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇത് കുട്ടികൾക്കായതുകൊണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ നവരത്ന പൗഷ്ടിക് അട ഇതേപോലെയാണ് തയ്യാറാക്കേണ്ടത്. ശേഷം മുകളിലേക്ക് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ ദിക്കിലും എത്താൻ വേണ്ടിയിട്ടാണ്. വേഗം വരും. നിങ്ങൾ വിചാരിക്കും അരിയൊന്നും ഇട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദോശ ശരിയായി വരാമെന്ന്. വേണ്ട, നല്ല വൃത്തിയായിട്ട് തന്നെ തിരിച്ചിടാൻ സാധിക്കും. ഇനിയോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് 2 മിനിറ്റ് ആയി കഴിഞ്ഞു. രുചികരമായ പൗഷ്ടിക് ദോശ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു വേനൽക്കാലം ആഘോഷിക്കാൻ ഇതുപോലെയുള്ള വിഭവങ്ങൾ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവരെ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുക. താങ്ക് യു.